നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടൻ നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായി സംശയമുണ്ടെന്ന് പരാതിക്കാരി രംഗത്തെത്തി. കേസിൽ പരാതിക്കാരിയുടെയും ഭർത്താവിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇതിനു പിന്നാലെയാണ് ഗൂഢാലോചന സംശയിക്കുന്നതായി പരാതിക്കാരി ആരോപിച്ചത്. ഹണി ട്രാപ്പ് സംഘമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായി പരാതിക്കാരി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. വ്യക്തിവിവരങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചത്. വരുമാന മാർഗം ചോദിച്ചറിഞ്ഞു. പാസ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും പരാതിക്കാരി പറഞ്ഞു. നിവിന്റെ പരാതിയിൽ ആലുവ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ബലാത്സംഗ പരാതി വ്യാജമാണെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിവിൻ പോളി മുഖ്യമന്ത്രിക്കും DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. ദുബായിലെത്തിച്ച് പീഡിപ്പിച്ചതായുള്ള നേര്യമംഗലം സ്വദേശിനിയുടെ പരാതിയിൽ നടൻ നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ ഊന്നുകൽ പോലീസ് കേസെടുത്തിരുന്നു. നിവിൻ പോളി 6ാം പ്രതിയാണ് കേസിൽ. കോട്ടയം സ്വദേശിയായ ശ്രേയ, സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി AK സുനിൽ, എറണാകുളം സ്വദേശികളായ ബിനു, ബഷീർ, കുട്ടൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. കഴിഞ്ഞ നവംബറിൽ യൂറോപ്പിൽ കെയർ ഗിവറായി ജോലി വാഗ്ദാനം ചെയ്തു. അത് നടക്കാതായപ്പോൾ സിനിമാക്കാരുമായി ബന്ധമുണ്ടെന്നും സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ശ്രേയ ദുബായിൽ എത്തിച്ചെന്നും അവിടെ ഹോട്ടൽ മുറിയിൽ മറ്റ് പ്രതികൾ തന്നെ പീഡിപ്പിച്ചതുമാണ് യുവതിയുടെ മൊഴി. പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ നിവിൻ പോളി അധികൃതർക്ക് പരാതി നൽകുകയായിരുന്നു. സംഭവം നടന്നതായി യുവതി പറയുന്ന സമയത്ത് നിവിൻ പോളി നാട്ടിലുണ്ടായിരുന്നതായി സുഹൃത്തുക്കളായ സിനിമാ പ്രവർത്തകനും വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണ്.